പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കാരൽ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർക്കാണ് പരിക്ക്. നടന്നത് ക്രൂരമായ മർദ്ദനമെന്ന് കരോൾ സംഘാംഗങ്ങൾ 24-നോട് പറഞ്ഞു. വലിയൊരു മരണകഷ്ണവും പിന്നെ സൈക്കിൾ ചെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് വെരി വെരി സ്കെയറി. ബിക്കോസ് ഇവരോടൊന്നും പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇവർ മനനില തെറ്റി, അതായത് മദ്യവും മയക്കുമരുന്നോ എന്തോ ആയിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അങ്ങ് ഭ്രാന്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ഇപ്പം കൊന്നുകളയെന്നുള്ള ദേഷ്യത്തിൽ ഒരു കാരണവും ഇല്ലാതെ ഞങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ എന്തോ ഞങ്ങളുടെ കൂടെ വന്നൊരു കാറിൻ്റെ ഒരു ഹൈ ബീം അവിടെ ഇരുന്ന് കുറച്ച് പിള്ളേരുടെ കണ്ണിലടിച്ചു. അതാണ്, അല്ലാതെ വേറൊരു ഇഷ്യൂ ഞങ്ങൾക്ക് അറിയില്ല. അവർ ഇതൊരു അവസരമാക്കി, ഒരു ചെറിയൊരു വാക്കുതർക്കം എന്തോ ഉണ്ടായി, അതൊരു അവസരമാക്കി അവർ കൂടുതൽ ആൾക്കാരെ വിളി. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനേ അല്ലായിരുന്നു. നമ്മൾ സന്തോഷത്തോടെ നമ്മളൊരു കാരൽ സോങ് പാടാനായിട്ട് ഒരു വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളാണ് സംഭവിച്ചത് അവിടെ. ശ്രീത്ത്, ഈ പിടിയിലായ അല്ലെങ്കിൽ കസ്റ്റഡിയിലായവരാരാണ്? എന്തായിരുന്നു അവർ ഉദ്ദേശം എന്നാണ് പോലീസ് പറയുന്നത്? സാമൂഹ്യ വിരുദ്ധ സംഘമെന്ന് മാത്രമേ പോലീസ് പറയുന്നുള്ളൂ. അവർ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ലൈറ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടത്തിൽ 2 പേർ വരുന്നു. അതിനുശേഷം കൂടുതൽ പേർ വന്ന് ചോദ്യം ചെയ്യുന്നു. വീണ്ടും ഫോണിൽ വിളിച്ച് കൂടുതൽ പേരെ വരുത്തുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ആക്രമണം. ഒരു വീടിന് പരിസരത്ത് വെച്ചാണ്, അല്ലെങ്കിൽ വീടിനകത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. നമ്മോടൊപ്പം കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നവർ കൂടി ചേരുന്നുണ്ട്. ആ പാസ്റ്ററാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ കുട്ടികളടക്കമായിരുന്നു ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആ കരോൾ സംഘാംഗങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സംഭവിച്ചതെന്ന്? ഒരു 1:30-2 മണിയായി കാണും. ഞങ്ങളെല്ലാവരും എല്ലാം കഴിഞ്ഞിട്ട് പോവായിരുന്നു. സോറി പാട്ടെല്ലാം ഞങ്ങൾ ലാസ്റ്റ് വീടായിരുന്നു കാരൽ സർവീസിൻ്റെ. അപ്പോൾ കാറെല്ലാം പാർക്ക് ചെയ്തു, ഗേറ്റ് അടച്ച് കാർ പാർക്ക് ചെയ്തു, കാരൽ സർവീസ് നടന്നു. അപ്പോൾ ഭയങ്കര ബഹളം മേളിൽ നോക്കിയപ്പോൾ ഇവന്മാർ വന്ന് ഒരു 10-12 പേര് വന്ന് ഭയങ്കര ഒരു ആനിമൽ സ്പിരിറ്റ് മാതിരി ബഹളം വെക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഞങ്ങൾ സ്ത്രീകളും എല്ലാം ഓടി വന്നു. അപ്പം ഞങ്ങൾ 2 പേര്, ഞാൻ മിഥുൻ, ഇവന് ഈ സെർവിങ് ദ ആർമി. അപ്പം ഞങ്ങൾ വിളിച്ചെന്ന് അവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അല്ല, എന്തോ മുഖത്ത് ലൈറ്റ് അടിച്ചതിനെ പറ്റി റോഡിലോട്ട് കയറി വന്നപ്പോൾ സംസാരം അത് ചോദിക്കണം. അതിപ്പോൾ ഇഷ്യൂ. എക്സ് സർവീസ്മാൻ ആണോ? ഞാൻ ഒരു റിട്ടയർഡ് ലെഫ്റ്റനൻറ്റ് കമാൻഡറാണ് ഫ്രം ദ നേവി, റിട്ടയർഡ് ലോങ് ബാക്ക്. ഞാൻ ചേർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററും കൂടാണ്. അപ്പം എന്താണ് ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ഇവർ ആവശ്യം എന്ന് പറഞ്ഞാൽ ചോദിക്കണം, ഈ എന്തിന് ഞങ്ങളെ കണ്ണിൽ ലൈറ്റ് അടിച്ച ആ ഒരു പ്രശ്നം പറഞ്ഞു. ആ പ്രശ്നത്തിന് ചോദിക്കണമെന്ന് വേണ്ടി വന്നത് അവർ. എങ്ങനെ എന്തായിരുന്നു? കുറേ പേരുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലിരിക്കുന്നവർ ഇത് പറയുന്നു, പുറകിനും ആള് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ പുറകിന് വരുന്നവർക്ക് പോലും അറിയുന്നില്ല എന്തിനാണ് അടിക്കുന്നത് അവർക്ക് അറിയുന്നേ ഇല്ല. അവർ വന്നങ്ങ് ഇവര് ഗേറ്റ് പിടിക്കുന്ന കണ്ട് അവർ പോകുന്നു. കുറച്ച് പേര് മതിൽ ചാടുന്നു, സ്ത്രീകൾ നിൽക്കുന്നല്ലേ, കുട്ടികൾ മരകഷ്ണം, വലിയ മരകഷ്ണം വെച്ചാൽ അതും ഞങ്ങള് നമ്മൾ അത് നേരെ ഈ ഷർട്ട് അതിന്റെ ഭാഗമായി കീറിയതാണ്. മരകഷ്ണം കൊണ്ട് അടിയിട്ട് അതിന്റെ തലയ്ക്കാണ് അടിക്കുന്നത്. നമ്മൾ കയറി ചെന്ന് സംസാരിക്കാൻ പോകുമ്പോൾ അവർ വേറൊന്നും ചിന്തിക്കുന്നില്ല, നേരെ തടിയെടുക്കുക, തല നോക്കി അടിക്കുന്നത്. നമ്മൾ പുരുഷന്മാർ കയറി ചെല്ലുമ്പോൾ നേരെ എടുക്കുക, അറ്റാക്ക് ചെയ്യുന്ന തലയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഗേറ്റിന് അകത്ത് നിന്നുകൊണ്ട് ഇവരെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷേ അതിനനുസരിച്ച് അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കമുള്ള ആളുകളൊക്കെ പേടിച്ചാണ് നിൽക്കുന്നത്. എന്തായിരുന്നു അടിയൊന്തെങ്കിലും കിട്ടിയിരുന്നോ? ഇവര് ഒരു 10-20 പേരാണ് ഗേറ്റിലേക്ക്. ഇപ്പൊ ഞങ്ങള് കൊച്ചു കുഞ്ഞുങ്ങൾ മരക്കഷ്ണം കൊണ്ട് തലക്കടിക്കുക, എന്താണ് ഒരു തത്വദീക്ഷയില്ലാതെ ചുമ്മാ മർദ്ദനം അഴിച്ചു വിടുക, തെറി വിളിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് സ്ത്രീകളും കുട്ടികളും വയോധികരും അടങ്ങുന്ന ഒരു സംഘത്തിന് നേരെയാണ് ആക്രമണം. എന്താണ് അവരുടെ ഉദ്ദേശം, കൃത്യമായ ഉദ്ദേശം? ലൈറ്റിൻ്റെ ബീം കണ്ണിലടിച്ചു എന്നൊക്കെ ചുമ്മാ പറയുന്നതാവില്ലേ? എന്താണ് കൃത്യമായ ഉദ്ദേശമെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ, അത് കേരളത്തോട് പറയട്ടെ.